ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ചിലവ് കുറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം വെച്ച് തന്നെ ഉണ്ടാക്കിയതുമായിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണിത്. തേങ്ങ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. ഇതൊരു ബംഗാളി സ്വീറ്റ് ഡിഷാണ്, സന്ദേശ്, നാരിയൽ സന്ദേശ്. ഈ ഡിസൈൻ കിട്ടാനായിട്ട് ഞാൻ ഈ അച്ചാണ് ഉപയോഗിച്ചത്. ഇതില്ലെങ്കിലും ലഡ്ഡു പോലെ നമുക്കുണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു തേങ്ങ തിരുമ്മി എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചു വച്ചിട്ടുണ്ട്, ചെറുതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് 4 കപ്പോളം തേങ്ങ ഞാൻ എടുക്കുകയാണ്. നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇതിൽ 1 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കുങ്കുമപ്പൂവാണ് അല്പം പാലിൽ കുതിർത്ത് വയ്ക്കാം. കുങ്കുമപ്പൂ ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഇതിൻ്റെ ഉണ്ടായിരുന്നത് കൊണ്ട് അല്പം ചേർക്കുകയാണ്. ഇതൊരു പാനിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം. പക്ഷേ അത് അത്ര ടേസ്റ്റ് കാണുകയില്ല. തേങ്ങയുടെ പാലൊക്കെ എടുത്തിട്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്നത്. ലോ ഫ്ലെയിമിൽ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. 2 കപ്പ് പഞ്ചസാര പൊടിച്ചു വച്ചിട്ടുണ്ട്. 1 കപ്പ് പാൽപ്പൊടിയും 1 കപ്പ് പഞ്ചസാര പൊടിയും കൂടി ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ബാക്കി പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കാം. നമുക്ക് പാൽപ്പൊടി ഇല്ലാതെയും തേങ്ങയും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ച് വേണമെങ്കിലും ഇതുപോലെ സന്ദേശ്, ലഡ്ഡു ഒക്കെ തയ്യാറാക്കാം. ഇനി ബാക്കി പഞ്ചസാര പൊടിയും കൂടി ചേർക്കാം. പാൽപ്പൊടിക്ക് പകരമായിട്ട് ഖോയ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പാൽ നല്ലതുപോലെ വറ്റിച്ചെടുക്കുമ്പോൾ അവസാനം കിട്ടുന്ന കട്ടിയായിട്ട് വരുന്നതിനെയാണ് ഖോയ എന്ന് പറയുന്നത്. ഇതിലൽപ്പം ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. 1 ടീസ്പൂൺ ചേർത്തു. ഇനി തീയൊക്കെ ഓഫ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ കുങ്കുമപ്പൂ ഇട്ട് വെച്ച പാൽ ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ പാലാണ്. കുങ്കുമപ്പൂവിൻ്റെ കളർ കൊണ്ട് ഈ വൈറ്റായിട്ടിരിക്കുന്നത് അല്പം മഞ്ഞ കളറായിട്ട് മാറും. ഇത്തരം സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങയുടെ ബ്രൗൺ കളർ ഭാഗം എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ നല്ല വെളുത്ത കളർ തന്നെ കിട്ടും. ഇത് അല്പനേരം ഒന്ന് തണുക്കട്ടെ. സന്ദേശ് ഉണ്ടാക്കുന്ന പ്രത്യേകതരം അച്ചാണ് ഇത്. ഞാൻ കൽക്കട്ടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത്തരം അച്ചില്ലെങ്കിലും ലഡ്ഡു ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം ധാരാളം പല ഡിസൈനുള്ള അച്ചുകൾ കിട്ടും. അതിലാണ് എങ്ങനെ മിഠായി ഉണ്ടാക്കി എടുക്കുന്നത്. ഈ അച്ച് എൻ്റെ കയ്യിൽ വന്നിട്ട് 30 വർഷത്തിൽ കൂടുതലായി. മണ്ണിലുള്ള അച്ചാണ്. എന്നിട്ട് ഞാൻ ഇത്രയും കാലം ഇതിൻ്റെ ഇഷ്ടം കൊണ്ട് സൂക്ഷിച്ച് വച്ചേക്കുകയായിരുന്നു. ഇപ്പോൾ ഈ തേങ്ങാക്കൂട്ട് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നല്ല മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റ്. ഇതിനെ ഇനി ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് ഈ അച്ചിൻ്റെ പുറത്ത് വെച്ച് ഡിസൈനാക്കി എടുക്കാം. ഈ അച്ചിൻ്റെ പുറത്ത് ഒരല്പം നെയ്യ് പുരട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഡിഷാണിത്. വല്ലപ്പോഴും മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയൊരു സ്വീറ്റ് ഡിഷാണിത്. അല്പം പഞ്ചസാരയും തേങ്ങയും മാത്രം മതി. അപ്പോഴിത് ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.